മാത്രമാണ് നമുക്ക് ഈ അവസരത്തിൽ അവരോട് പറയാനുള്ളത്. മറിച്ച് ഇവിടെ യഥാർത്ഥത്തിൽ പ്രശ്നമുണ്ടാക്കുന്നത് ആരാണ്? CPM-ന് ഇത്തരം അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുന്നത് ആരാണ്? അവിടെയാണ് നാം വസ്തുതകൾ തിരിച്ചറിയേണ്ടത്. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ മുസ്ലിം ലീഗിന് പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ട്. അവിടെ പഞ്ചായത്ത് ഭരിക്കാം, വാർഡുകളിൽ മെമ്പർമാരെ ഉണ്ടാക്കാം, യൂണിറ്റ് ഉണ്ടാക്കാം, ബ്രാഞ്ച് ഉണ്ടാക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ മറ്റു പാർട്ടികൾക്ക്, മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം വകവെച്ചു കൊടുക്കാൻ ഒരു മനസ്സുണ്ടാവണം. പലപ്പോഴും അത് മുസ്ലിം ലീഗ് കാണിക്കാറില്ല. ഓരോരുത്തർക്കും പാർട്ടി ഗ്രാമങ്ങളുണ്ട്, സംഘപരിവാറിനുണ്ട്, BJP-ക്കുണ്ട്, RSS-നുണ്ട്, അതുപോലെ CPM-നുണ്ട്. CPM-നും സംഘപരിവാറിനും മാത്രമാണ് പാർട്ടി ഗ്രാമങ്ങൾ ഉള്ളത് എന്ന് നമ്മൾ ധരിച്ചു വശായിരിക്കുന്നു. അല്ല സുഹൃത്തുക്കളെ, അല്ല സഹോദരന്മാരെ, മുസ്ലിം ലീഗിനും പാർട്ടി ഗ്രാമങ്ങളുണ്ട്. അവരുടെ അവിടെ ഉയർന്നു വരാൻ സമ്മതിക്കില്ല. മറ്റൊരു പാർട്ടിയുടെ ഓഫീസും അവിടെ സ്ഥാപിക്കാൻ അവർ സമ്മതിക്കുകയില്ല. ഇതാണ് തികഞ്ഞ ഫാഷിസം. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഇവിടെ വേട്ടക്കാരും ഇരകളുടെ പ്രതിനിധികളും ഒരേവർക്ക് യഥാർത്ഥ മുഖം നഷ്ടപ്പെട്ടിരിക്കുന്നു. മനുഷ്യന്റെ മുഖം നഷ്ടപ്പെട്ടിരിക്കുന്നു. പിശാചിന്റെ മുഖമാണ് അവർക്കുള്ളത്, ചെകുത്താന്റെ മുഖമാണ് അവർക്കുള്ളത്, രാക്ഷസീയമായ മുഖമാണ് അവർക്കുള്ളത്. ഈ മുഖം മൂടി പിച്ചു ചീന്താൻ ഈ നാട്ടിന്റെ പുതിയ സമൂഹത്തിന്, പുതിയ യുവതയ്ക്ക്, പുതിയ തിരിച്ചറിവ് നേടിയ വിഭാഗങ്ങൾക്ക് കഴിയുമ്പോൾ മാത്രമാണ് നാട്ടിൽ നമുക്ക് സമാധാനം ഉണ്ടാക്കാൻ കഴിയുക. അല്ലാതെ നമ്മൾ എന്ത് നവോത്ഥാന പാരമ്പര്യത്തെ കുറിച്ച് വാചകമടിച്ചിട്ടും കാര്യമില്ല. എങ്ങനെ CPM-ന് ഇതിനെ ന്യായീകരിക്കാൻ കഴിയുന്നു? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. CPM ഇതിനെ ഇതുവരെ തള്ളി പറഞ്ഞിട്ടില്ല, ഇത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോ മുസ്ലിം ലീഗ് എന്തായാലും സംഭവിച്ചു പോയി. ഇനി ആളുകൾക്ക് നഷ്ടം വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണല്ലോ. ആദ്യം പറഞ്ഞു, ആദ്യം 3-4 ദിവസങ്ങളോളം മുസ്ലിം ലീഗിന്റെ ഒരു നേതാവും, നമുക്കറിയാം, ഒരു മന്ത്രി ഒഴികെ മറ്റൊരു മന്ത്രിമാരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. എന്തിന്? ഇത്തരത്തിലൊരു സംഭവം നടക്കുമ്പോൾ ജില്ലാ കളക്ടർ, ജില്ലാ ഭരണകൂടത്തിന്റെ അധിപനായ ജില്ലാ കളക്ടർ സ്ഥലം സന്ദർശിക്കുക എന്നൊരു പതിവ് നടപടിക്രമമുണ്ട്. അതുപോലും നാദാപുരത്തിന്റെ കാര്യത്തിൽ ഉണ്ടായില്ല. അത്രമാത്രം വിഭാഗീയമായി. ഇതിനേക്കാൾ ഭീതിപ്പെടുത്തേണ്ടത് CPM-കാരുടെ ഫാഷിസത്തെക്കാളും മുസ്ലിം ലീഗുകാരുടെ കുട്ടിക്കൊടുപ്പിനേക്കാളും നാം ഭയപ്പെടേണ്ടത്, പേടിക്കേണ്ടത്, നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ നമ്മുടെ പോക്കറ്റിൽ നിന്ന് നമ്മൾ ഖജനാവിൽ നടക്കുന്ന നികുതിപ്പണം ശമ്പളമായി പറ്റുന്ന നമ്മുടെ സമാധാനത്തിന്റെ സംരക്ഷകരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവിടെ നോക്കി നിൽക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഒരു പൊതുവേദിയിൽ പറയാൻ പറ്റാത്ത ഒരുപാട് കഥകൾ ഇന്ന് സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, പോലീസുകാരുടെ സർവീസ് റിവോൾവർ വാങ്ങിവെച്ച സംഭവങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഒരു സഹായം അഭ്യർത്ഥിച്ച് പോലീസുകാരനെ വിളിച്ച സ്ത്രീയോട് നിങ്ങൾ വേണമെങ്കിൽ പാകിസ്ഥാനിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞതിന്റെ ഉദാഹരണങ്ങൾ ഇവിടെയുണ്ട്. ഇത് നമുക്ക് മുകളിൽ നിന്ന് ഉത്തരവുണ്ട്, ഒരാളും അനങ്ങേണ്ടതില്ല എന്ന് പോലീസുകാരൻ പറഞ്ഞത് കേട്ട നാദാപുരത്തുകാരുണ്ട്. ഈ തുണേരിയിലെ വെള്ളൂരിൽ നിവാസികളുണ്ട്. അപ്പോ ഇത് ചൂണ്ടിക്കാണിച്ചു തരുന്നത് വേട്ട നടത്തിയ, കൊള്ള നടത്തിയ, സ്വർണം കവർന്ന, വീടുകൾ അഗ്നിക്കിരയാക്കിയ കാബാലികമായ CPM സംഘത്തേക്കാൾ ഇതിനെല്ലാം അവസരം ഒരുക്കി കൊടുക്കുകയും ഇരകളുടെ കണ്ണീരിന് മുമ്പിൽ മറ്റു ചില വാഗ്ദാനങ്ങളും മോഹന വാഗ്ദാനങ്ങളും നിരത്തിവെച്ച മുസ്ലിം ലീഗിന്റെ കാപട്യത്തെക്കാളും അപകടകരമായിട്ടുള്ളത് ഭരണകൂടത്തിന്റെ നിസ്സംഗതയാണ്, ഭരണകൂടത്തിന്റെ നിഷ്ക്രിയത്വമാണ്. എന്തുകൊണ്ട് പോലീസ് നിശബ്ദമായി? 3 മിനിറ്റുകൾക്കുള്ളിൽ കൺട്രോൾ റൂമിൽ നിന്ന് എത്താവുന്ന നിരവധി വാഹനങ്ങളുള്ള പോലീസ്, നാദാപുരം പോലീസ് കൺട്രോൾ റൂം, അങ്ങോട്ടൊരു വാഹനവും എത്തിയില്ല, ഒരു വാഹനവും എത്തിയില്ല. ഫയർ സ്റ്റേഷൻ, ഫയർഫോഴ്സ് തീയണക്കാൻ വെള്ളമില്ലാതെ വന്ന ഫയർഫോഴ്സുകൾ. ഇതാണ് നാദാപുരത്തുണ്ടായത്. അപ്പൊ ഇത്തരമൊരു നഗ്നമായ, നിർലജ്ജമായ ഒരു വേട്ട ഒരു സമുദായത്തിന് നേരെ നമ്മുടെ നാട്ടിൽ നടന്നിട്ട് അതിനെതിരെ എന്തുകൊണ്ട് ഒരു പൊതുബോധം സടകുടൻ എഴുന്നേറ്റില്ല എന്നത് നമ്മളെ ഭയപ്പെടുത്തേണ്ട മൂന്നാമത്തെ കാര്യമാണ്. ഇതാണ് നമ്മളെ ഭയപ്പെടുത്തേണ്ട മൂന്നാമത്തെ കാര്യം. എന്തുകൊണ്ട് നാദാപുരത്തിന്റെ കാര്യത്തിൽ ഒരു പൊതുബോധം ഉയർന്നു വരുന്നില്ല? അതിനർത്ഥം നമ്മുടെ മനസ്സ്, കേരളത്തിന്റെ മനസ്സ് ഒരു 10-25 കൊല്ലക്കാലമായി ഒരു വർഗീയ പൊതുബോധത്തിലേക്ക് പതുക്കെ പരിണമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് CPM-നെ പോലുള്ള പ്രസ്ഥാനങ്ങൾ തങ്ങൾ ഉത്തരവാദിത്വം തിരിച്ചറിയേണ്ടത് എന്ന് ഞങ്ങൾ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം CPM അതിന്റെ അബു സാഹിബ് പറഞ്ഞതുപോലെ അതിന്റെ പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് എന്നും വ്യതിചലിക്കാൻ തുടങ്ങിയോ, അവരുടെ ആശയങ്ങളിൽ നിന്ന് അടിയറ വെക്കാൻ തുടങ്ങിയോ, അന്ന് മുതൽ അതിന്റെ പതനം ആരംഭിച്ചിരിക്കുകയാണ്. ആ പതനത്തിന്റെ അവസാന ഭാഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രധാനമായ, നിർണായകമായ രാഷ്ട്രീയമായ പ്രമേയങ്ങൾ കൈകാര്യം ചെയ്യേണ്ട ഒരു സംസ്ഥാന സമ്മേളനത്തിന്റെ 2-3 ദിവസങ്ങൾ
ചില വ്യക്തികളുടെ കുടിപ്പുകയെ കേന്ദ്രീകരിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒതുക്കി തീർക്കേണ്ടി വന്നുവെങ്കിൽ അതിന്റെ ആശയപരമായ പാപ്പരത്വത്തിന്റെ തുടക്കമായി കഴിഞ്ഞിരിക്കുന്നു. ഈ ആശയപരമായ പാപ്പരത്വത്തിന്റെ മറ്റൊരു പ്രതിഫലനമാണ് ഇന്ന് നാദാപുരത്ത് കാണുന്നത്. പണ്ട് നാദാപുരത്ത് നമ്മൾ കണ്ടത്. അതുകൊണ്ട് CPM തിരിച്ചറിയണം, മുസ്ലിം ലീഗ് തിരിച്ചറിയണം. ഈ തീക്കളി അധികം നാൾ തുടരാൻ കഴിയില്ല. കാരണം വിവിധ കുട്ടികൾ ഈ സമൂഹത്തിൽ ഉയർന്നു വരുന്നുണ്ട്. അവരിത് കാണുന്നുണ്ട്, അവരിത് തിരിച്ചറിയുന്നുണ്ട്. ഉമ്മമാരുടെയും പെങ്ങന്മാരുടെയും മാനത്തിനും അഭിമാനത്തിനും സമ്പത്തിനും വിലയിടുന്ന കാലം, വിലയിടുന്ന ഈ കള്ളക്കളി, ഈ ഒത്തുതീർപ്പ്, ഈ രഹസ്യ ബാന്ധവം നിങ്ങൾക്ക് അധിക നാൾ മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല. അതിന് താക്കീതായിട്ട് ഈ നാട്ടിലെ ജനകീയ ബോധം, ജനകീയ ഇടപെടൽ ഉയർന്നു വരുന്ന ഒരു സമയം അതിവിദൂരമല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സത്യം തിരിച്ചറിയാനും സത്യം നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ഈ അവസരം ഉപയോഗിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നാദാപുരത്ത് ശാശ്വതമായ സമാധാനം നിലനിർത്താനുള്ള എല്ലാ ശ്രമങ്ങൾക്കും പോപ്പുലർ ഫ്രണ്ടിന്റെ ആത്മാർത്ഥമായ പിന്തുണയും സഹകരണവും മുൻകൈയും ഉണ്ടാകുമെന്ന് ഉറപ്പ് തന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് നന്ദി. പോപ്പുലർ ഫ്രണ്ടിന്റെ അഭിവാദ്യങ്ങൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശാന്തി കൊതിക്കുന്ന നാദാപുരം എന്ന CD പ്രകാശനം, CD നൽകുന്ന സന്ദേശം. നാദാപുരത്ത് ശാശ്വത സമാധാനം കൈവരിക്കുന്നതിന് പൗരസമൂഹം ശക്തമായി ഇടപെടണം. പരസ്പര വൈരവും വിദ്വേഷവും ഒന്നിനും പരിഹാരമല്ല. കേരളത്തിലെ മറ്റു പ്രദേശങ്ങളെപ്പോലെ നാദാപുരത്തെയും വിവിധ സമുദായത്തിൽപ്പെട്ട ജനങ്ങൾ ശാന്തിയിലും സമാധാനത്തിലും വിശ്വസിക്കുകയും ഏകോദര സഹോദരന്മാരായി ജീവിക്കാൻ കൊതിക്കുകയും ചെയ്യുന്നവരാണ്. സങ്കുചിത രാഷ്ട്രീയ താൽപര്യത്തിന് വേണ്ടി ലീഗ് CPM നേതൃത്വമാണ് സമൂഹത്തിൽ വർഗീയ വിഷം കലർത്തുന്നത്. പൗരസമൂഹത്തിന്റെ ശക്തമായ ഇടപെടലിലൂടെ മാത്രമേ നാദാപുരത്ത് ശാശ്വത സമാധാനം സാധ്യമാവൂ. നിർമ്മാണത്തിന് അവലംബം വിവിധ ചാനലുകളിൽ വന്ന റിപ്പോർട്ടുകൾ, ഇരകളുടെയും പ്രമുഖ വ്യക്തികളുടെയും ഇന്റർവ്യൂ. CD പ്രകാശനം നടത്തുന്നതിന് വേണ്ടി O. അബ്ദുള്ള സാഹിബിനെയും ഏറ്റുമാകുന്നതിന് വേണ്ടി A. വാസുവേട്ടനെയും ആദരപൂർവം ക്ഷണിക്കുന്നു. അടുത്തതായി നമ്മോട് സംസാരിക്കുന്നതിന് വേണ്ടി പ്രമുഖ മാധ്യമ പ്രവർത്തകൻ O. അബ്ദുള്ള സാഹിബിനെ ആദരപൂർവം ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന വ്യത്യസ്ത രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക, സാംസ്കാരിക സംഘടനകളുടെ ഭാരവാഹികളെ, ഇക്കാര്യത്തിൽ നാദാപുരം ശാന്തി കൊതിക്കുന്നു എന്ന് പറയുന്നതോടുകൂടി തന്നെ എന്നെപ്പോലെയുള്ളവരുടെ നാവിന് നല്ലൊരു നിയന്ത്രണം വന്നു കഴിയും. ശാന്തി കൊണ്ട് അവിടെ അശാന്തി ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു സംസാരവും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഉള്ളത് പറഞ്ഞാൽ അച്ഛൻ അമ്മയെ തല്ലും, പറഞ്ഞില്ലെങ്കിലോ അച്ഛൻ പട്ടിയിറച്ചി തിന്നും എന്ന് പറയുന്ന സാധാരണ പ്രയോഗമുണ്ട്. എന്താണ് നാദാപുരത്ത് നടന്നത് എന്നത് അതിൻ്റെ വിശദമായ രൂപത്തോടുകൂടി അവതരിപ്പിക്കുകയാണെങ്കിൽ മറ്റ് കേരളത്തിലെ ഇതര ഗ്രാമങ്ങളും പ്രദേശങ്ങളും ഓരോ നാദാപുരങ്ങളായി മാറും. നമ്മൾ ആഗ്രഹിക്കാത്തതാണ്. നാദാപുരം ആ പേര് തന്നെ ദ്യോതിപ്പിക്കുന്ന പോലെ ഒരു അപവാദമാണ്. ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല, പത്രങ്ങൾ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ വായിക്കുന്ന ഒരാൾക്ക് ചെറിയ നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ അവിടെ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നു എന്നത് ഒരു വസ്തുതയാണ്. ഞാൻ പലപ്പോഴും നാദാപുരത്തുള്ളതായ ഞാൻ പഠിപ്പിച്ച ഒരുപാട് വിദ്യാർത്ഥികൾ ആ ഭാഗത്തുണ്ട്, ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവരോടൊക്കെ എന്താണ് നിങ്ങളെ നാട് ഇങ്ങനെ അനങ്ങിയാൽ എപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തരത്തിലുള്ളതായ പ്രശ്നം, ഞങ്ങൾ വളരെ ലോക്യത്തിൽ വളരെ സ്നേഹത്തിലാണെന്നൊക്കെയാണ് അവർ മറുപടി. വളരെ ശരിയോ. അപ്പോൾ അവിടെ ചെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന തരത്തിലുള്ളതായ ഏതെങ്കിലും പ്രത്യേക മതക്കാരെ പറ്റിയല്ല ഞാൻ പറയുന്നത്,
വളരെ സൗഹാർദ്ദത്തോടു കൂടി വളരെ നല്ല രീതിയിൽ അവർ നമ്മളെ സ്വീകരിക്കുന്നു. പക്ഷേ വളരെ ചെറിയ ഒരു സംഭവം മതി പ്രകോപനമായി തീരാൻ, ഒരു ചെറിയ തീപ്പൊരി പെട്ടെന്ന്. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ ഇവിടെ ഇപ്പോ നിങ്ങൾ പറഞ്ഞതായ ചില അഭിപ്രായ പ്രകടനങ്ങളോടൊക്കെ എനിക്ക് വിയോജിപ്പുണ്ട്. ഞാൻ കൂടുതൽ പറയാം. നാദാപുരത്ത് വർഗീയത പലർത്തുന്നത് CPM മുസ്ലിം ലീഗ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഒരു സംഭവത്തിൽ ഒരു സംഘടനയ്ക്ക് പ്രതികരിക്കാവുന്നതിന് ഒരുപാട് പരിമിതികൾ ഉണ്ടാവും. അത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ മുസ്ലിം ലീഗ് ഇവിടെ നേരത്തെ പ്രാസംഗികം പറഞ്ഞ മാതിരി 4 മന്ത്രിമാരും 5 കാറും എന്നതിൻ്റെയൊക്കെ ഒരുപാട് പരിഹാസങ്ങൾ അടങ്ങിയതായ വാചകങ്ങളാണ്. പക്ഷെ മറിച്ച് നാദാപുരത്ത് മുസ്ലിം ലീഗ് ഇടപെട്ടു, വളരെ സജീവമായി ഇടപെട്ടു, പകരം വീട്ടിക്കോളൂ സുഹൃത്തുക്കളെ എന്ന് അന്ന് സാമ്നയിൽ ശിവസേനയുടെ മുഖ്യൻ പറഞ്ഞതുപോലെ ഇറങ്ങൂ മക്കളെ എന്ന് മുഖപ്രസംഗം എഴുതുക, ഒരു ദിവസം ചന്ദ്രിക, അങ്ങനെ 2-3 ദിവസം അഴിഞ്ഞാടിയതിനു ശേഷം മതിയാക്കൂ മക്കളെ എന്ന് പറഞ്ഞ് കയറാൻ പറയുക. അങ്ങനെയാണെങ്കിൽ നാദാപുരം അല്ല കേരളം തന്നെ ബാക്കി ഉണ്ടാവില്ല. ഇത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഏതെങ്കിലും ഒന്നിനെ ഞാൻ ഡിഫെൻഡ് ചെയ്ത് സംസാരിക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും ജാമ്യത്തിലെടുക്കുകയോ അല്ല. നാദാപുരത്ത് വേണ്ടത് ശാന്തിയാണെങ്കിൽ ഭരണത്തിൽ പങ്കാളികളായ മുസ്ലിം ലീഗിന് അതിൻ്റെതായ സംയമനം പാലിക്കേണ്ടി വരും. ഞാൻ ജാമ്യമെടുക്കുകയല്ല. മുസ്ലിം ലീഗിനെ ഞാനൊന്നും വിമർശിച്ച അത്രയും നിങ്ങൾ എല്ലാവരും കൂടി വിമർശിച്ചാലും മതി അടുത്തൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അതോടൊപ്പം നമ്മൾ ഒരു ഭരണത്തിൽ പങ്കാളികളായ ഒരു ഘടകകക്ഷി ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ വികാരപരമായി പ്രതികരിക്കുകയാണെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് എന്തായിരിക്കും? പല കാര്യങ്ങളിലും മൗനം അവലംബിച്ചുകൊണ്ട് വളരെ മര്യാദയിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ഉയർന്ന നിലവാരത്തിലുള്ള വിട്ടുവീഴ്ചകളാണല്ലോ ഉയർന്നവരിൽ നിന്നുണ്ടാവുക. അപ്പം മന്ത്രിമാരിൽ നിന്ന് വളരെ ഉയർന്ന വിട്ടുവീഴ്ച എന്ന് പറയുമ്പോൾ അവരതിലെ പോരുമ്പോൾ അവിടെ കണ്ടില്ല എന്ന് വെക്കും, അവിടെ കയറില്ല എന്ന് വെക്കും. നിങ്ങൾക്കൊക്കെ ഓടിച്ചെന്ന് കയറാമെന്ന മാതിരി അവർക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകും. അവർ ചെയ്തതിനെ നമുക്ക് പരമാവധി ഞാൻ ന്യായീകരിച്ച് നോക്കുക, ആ ചെയ്തതിലെ എല്ലാവിധ പോരായ്മകളെയും അടിവരയിട്ട് പറഞ്ഞുകൊണ്ട്. അപ്പൊ ഇതില് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം എന്താണ്? ഞാനടക്കമുള്ള ആളുകൾ, ഞാൻ ഇവിടെ കഴിഞ്ഞ MESന്റെ ജൂബിലി ആഘോഷത്തിൽ പങ്കെടുത്ത് സംസാരിക്കാൻ എനിക്ക് അവസരം കിട്ടുകയുണ്ടായി. അതുപോലെ തന്നെ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട ചില യോഗങ്ങളിലും ഞാൻ അതിലെല്ലാം തന്നെ മുസ്ലിം ലീഗിന്റെയും MESന്റെയും ഒക്കെ ആൾക്കാരെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് പറഞ്ഞത്, ഒരു ഇടതുപക്ഷ പൊതുബോധം നിലനിൽക്കുന്നത് കൊണ്ടാണ് കേരളം ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് സൗഹാർദ്ദത്തിൻ്റെതായ ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കുന്നത്. അതിവിടെ CPM ഉണ്ടാക്കിയതായ ഒരു ബോധമാണെന്ന അഭിപ്രായം എനിക്കില്ല. രാജ്യത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നേരത്തെ ഉണ്ടായ വർഗീയമായ ധ്രുവീകരണത്തിന് കാരണമായ സംഗതികൾ പല കാരണങ്ങളാൽ കേരളത്തിന്റെ ചരിത്രവുമായും സംസ്കാരവുമായും ബന്ധിപ്പിച്ചു നോക്കുമ്പോൾ കേരളത്തിന് ബാധകമല്ല. വിഭജനത്തിന്റെ ആ ഒന്ന് കരാളമായ ഓർമ്മകൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പത്രവായനയിൽ ഒതുങ്ങിയതായ ഒരു വസ്തുതയാണ്. ഉപേക്ഷിക്കപ്പെട്ടതായ കുടുംബങ്ങൾ, ഉപേക്ഷിക്കപ്പെട്ടതായ വസതികൾ, അതുപോലെയുള്ളതായ പള്ളികൾ, ഖബർസ്ഥാനുകൾ ഒന്നടങ്കം ഇന്നും വടക്കേ ഇന്ത്യയിൽ വിഭജനത്തിന്റെ വളരെ കിരാതമായ ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് നിൽക്കുന്നു. അവിടെ നിന്ന് കടന്നു വന്നായ അഭയാർത്ഥികൾ, ആ അഭയാർത്ഥികളുടെ ചില ആൾക്കാരാണല്ലോ ഇന്ത്യയിൽ പിന്നീട് BJPയെ പോലുള്ളതായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകിയ അദ്വാനിയെ പോലുള്ള ആൾക്കാർ. അപ്പൊ അതിൻ്റെതായ ഓർമ്മ, അത്തരത്തിലുള്ള ഒരു ഓർമ്മയും ഇവിടെ ഇല്ലെന്ന് മാത്രമല്ല, കേരളത്തിലേക്ക് കടന്നു വന്നത് ഇസ്ലാം വാളുമായിട്ടല്ല, എല്ലായിടത്തും വാളുകൊണ്ടാണ് എന്ന അർത്ഥത്തിലല്ല. അതിനൊക്കെ വേണമെങ്കിൽ മറുഭാഗം വായിക്കാം. കേരളത്തിലേക്ക് മുസ്ലിങ്ങൾ ഈ കേരളത്തിലേക്ക് അഥവാ അറബികൾ വന്ന് കച്ചവടത്തിന് വന്നത് വളരെ സൗഹാർദ്ദത്തോടു കൂടിയുള്ളതായ ചില ആശയങ്ങളുടെ അതിൻ്റെതായ സ്ഫുരണങ്ങളോട് കൂടിയാണ്. അന്നൊരിക്കല് മാറാട് കലാപം ഉണ്ടായപ്പോൾ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലക്ക് എന്നെ വിചാരണ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ അതിൽ ഹാജരാകുകയാണ്. അന്ന് എന്നോട് അതിൻ്റെ ബന്ധപ്പെട്ട വക്കീൽ, BJPയുടെ വക്കീൽ ചോദിച്ച ചോദ്യം, ഇന്ത്യയിലേക്ക് മുസ്ലിങ്ങൾ ഒരു കയ്യിൽ വാളും ഒരു കയ്യിൽ ഖുർആനുമായിട്ടല്ലേ വന്നത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അല്ല. എന്താ? 2 കയ്യിലും വാളുമായിട്ടാണ് വന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾക്ക് പിന്നീടുള്ള ചോദ്യം ആൾ നിന്നു. ഞാൻ പറഞ്ഞു, ഒരു കയ്യിലെങ്ങാനും വിശുദ്ധ ഖുർആനിന്റെ ഒരു പ്രതി ഉണ്ടായിരുന്നെങ്കിൽ വടക്കേ ഇന്ത്യ മുസ്ലിം ഭരണത്തിന് കീഴിൽ മുഗൾ സാമ്രാജ്യത്തിനും അതിന് മുമ്പുണ്ടായ ഭരണകൂടങ്ങളുടെ കാലത്തും മുസ്ലിം പോപ്പുലേഷൻ ജനസംഖ്യ കുറയുകയാണ് ചെയ്തത്. കയ്യിലെങ്ങാനും ഒരു മുസ്ഹഫ് ഖുർആൻ ഉണ്ടായിരുന്നെങ്കിൽ ആ പോപ്പുലേഷൻ ജനസംഖ്യ വർദ്ധിക്കുകയായിരുന്നു ചെയ്യുക. അപ്പൊ പിന്നെ അദ്ദേഹത്തിന് കൂടുതൽ ചോദിക്കാനുണ്ടായില്ല. രണ്ടാമത്തെ ചോദ്യം അദ്ദേഹം ചോദിച്ചത്, മുസ്ലിങ്ങൾ ഇവിടെ വന്നപ്പോൾ ഇന്ത്യയിലെ നിലവിലുണ്ടായിരുന്ന സംസ്കാരങ്ങളെ മുഴുവൻ തകർക്കുകയല്ലേ ചെയ്തത് എന്നായിരുന്നു ചോദ്യം. ഞാൻ പറഞ്ഞു അല്ല. എന്ത്?
ഇവിടെയുള്ള സംസ്കാരങ്ങളെ നേരത്തെ തന്നെ ആര്യന്മാർ തകർത്തത് കൊണ്ട് മുസ്ലിങ്ങൾക്ക് തകർക്കാൻ വേറെ സംസ്കാരം ബാക്കിയുണ്ടായില്ല. ആ രണ്ട് പിന്നീട് ജസ്റ്റിസ് അദ്ദേഹം ഇടപെട്ടുകൊണ്ട് ചോദിച്ചു, നിങ്ങളുടെ സഹോദരനോ പശ്ചാത്തലം ഇത് ഇവിടുത്തെ CPM ഉണ്ടാക്കിയതോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും വിഭാഗങ്ങൾ ഉണ്ടാക്കിയതോ അല്ല. ഇങ്ങോട്ട് ഇസ്ലാം വളരെ സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും കൂടി, നമുക്കറിയാവുന്നതുപോലെ കേരളത്തിന്റെ കോഴിക്കോടിന് നമ്മൾ ഇരിക്കുന്നത് അദ്ദേഹം വെള്ളിയാഴ്ച പ്രസവിക്കുന്നതായ ഹിന്ദു കുടുംബത്തിലെ കുട്ടിയെ മുസ്ലിമാക്കി വളർത്തണമെന്ന് ഇടയലേഖനം ഇറക്കിയ മനുഷ്യനാണ്. മനസ്സിലാക്കണം, വെള്ളിയാഴ്ച ദിവസം പ്രസവിക്കുന്ന കുട്ടിയെ മുസ്ലിമായി വളർത്തണം എന്ന് പറയുന്ന ഹിന്ദു കുടുംബങ്ങൾ അറബിക്കടലിലെ തിരമാലകൾ ചുകന്ന് അത് രക്തവർണം പൂണ്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ അത് സാമൂതിരി ഭരണകൂടത്തെ നിലനിർത്തുവാൻ വേണ്ടി, നമ്മൾ ഈ ലാലിസം പരാജയപ്പെട്ടു എന്ന് പറഞ്ഞതുകൊണ്ട് ചരിത്രം മറക്കുന്നത് ശരിയല്ല, ആ ഒന്നിനു വേണ്ടിയാണ് അത് ഈ പ്രദേശത്തിന്റെ സംസ്കൃതിയെ, ഈ സാഹോദര്യത്തെ നിലനിർത്തുവാൻ വേണ്ടിയാണ് കുഞ്ഞാലി മരക്കാർമാർ ഇവിടെ വീരമൂർത്തി പ്രാപിച്ചത്. അപ്പൊ ഈ ഒരു പാരമ്പര്യം നമുക്ക് കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്.